ചെമ്മരിയാടിൻ കൂട്ടങ്ങളെ കണ്ടുകൊണ്ട് ഇറാഖിലെ മറ്റൊരു പ്രവിശ്യയായ ദിഹാറിലെ റിഫായിയയിലേക്കാണ് ഇനി സഞ്ചരിക്കുന്നത്. ദിഹാർ പ്രവിശ്യയിലെ ഒരു ചെറിയ ഗ്രാമമാണ് അരിഫായി. അവിടെയാണ് അഹ്മദുൽ കബീർ റിഫായി എന്നവരുടെ ദർഗ സ്ഥിതി ചെയ്യുന്നത്. ബാബിലോണിൽ നിന്ന് 230 കിലോമീറ്റർ ദൂരമുണ്ട് റിഫായിയയിലേക്ക്. പുഴകളും പച്ചപിടിച്ച വയലുകളും ഈന്തപ്പനത്തോട്ടങ്ങളുമുള്ള ഇറാഖിലെ ഫലഭൂയിഷ്ടമായ പ്രദേശങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരണ്ട മരുഭൂമിയിലൂടെയാണ് യാത്ര. കേരളേതര സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത് പോലെയാണ് ഇറാഖിലെ മിക്ക പ്രദേശങ്ങളിലൂടെയും യാത്ര ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്നത്. നഗരത്തിൽ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ ഇറാഖിലെ ജനങ്ങൾ എന്തോ പ്രക്ഷോഭം നടത്തുന്നത് കണ്ടു. റോഡിൽ തീയിട്ടിരിക്കുന്നു. വാഹനങ്ങൾ മറ്റൊരു വഴി തിരിച്ചുവിടുന്നു. ആയുധധാരികളായ പട്ടാളക്കാർ നിരന്നു നിൽക്കുന്നു. ഞങ്ങൾ മറ്റൊരു വഴിയിലൂടെ അടുത്ത റോഡിലേക്ക് കടന്നു. വിജനമായ മരുഭൂമിയിലൂടെ ഒരുപാട് സഞ്ചരിക്കാനുണ്ട് റിഫായിയയിലേക്ക്. ജിന്ദാബാദൊക്കെ വിളിക്കുന്നുണ്ട്. ഈ റോഡ് സൈഡിൽ ഇങ്ങനെ വെള്ളം മുകളിലേക്ക് പോകുന്ന ഒരു സ്ഥിതി കണ്ടില്ല. അതിങ്ങനെ അത് സർവീസ് സ്റ്റേഷനുകളാണ്. അപ്പോൾ അത് വണ്ടി അവിടെ നിർത്തി കൊടുത്താൽ കഴുകി കൊടുക്കും. അപ്പോൾ ഈ ഹൈവേൻ്റെ സൈഡിൽ ഒരുപാട് സ്ഥലത്തുണ്ട് അങ്ങനത്തെ വാട്ടർ സ്റ്റേഷനുകൾ. അപ്പോൾ ചെറിയ ചെറിയ ലോക്കൽ ബിസിനസ്സുകളാണ്. അവിടെ നിന്ന് വണ്ടി കഴുകണതൊക്കെ നമ്മൾ കണ്ടു. വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. ഇനി കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. തീർത്ഥാടകരുടെ ബസ്സുകളല്ലാതെ സ്ഥിരയാത്രാ വാഹനങ്ങളായി ബസ്സുകൾ ഈ വഴിയിലൂടെ ഇല്ല എന്നാണ് മനസ്സിലായത്. ഒറ്റപ്പെട്ട ചില കാറുകളും മറ്റു വാഹനങ്ങളും കാണാം. ചില സമയങ്ങളിൽ മുന്നിലുള്ള വാഹനങ്ങൾ കാണാൻ കഴിയാത്ത വിധം പൊടിക്കാറ്റുകൾ അടിച്ചു വീശാറുണ്ട്. പോലീസ് ഔട്ട് പോസ്റ്റും അതിനോടനുബന്ധിച്ച ക്യാൻറ്റീനുകളും മാത്രമേ റോഡരികിൽ കാണാൻ കഴിയുകയുള്ളൂ. പൂർവ്വകാലത്ത് പലതരം കാട്ടുമൃഗങ്ങളുടെ സങ്കേതമായിരുന്നു ഈ സ്ഥലങ്ങൾ. ചില അപൂർവ ജന്തുക്കളെ ഇപ്പോഴും മരുഭൂമിയിൽ കാണാമെന്ന് പറയുന്നുണ്ട്. യാത്രക്കാർ കുടിവെള്ളം കയ്യിൽ കരുതൽ നിർബന്ധമാണ്. നമ്മളെ യാത്രക്കാർക്കുള്ള വാട്ടർ ബോട്ടിലുകൾ, അതായത് വെള്ളത്തിൻ്റെ ഇതൊരു റെഫ്രിജറേറ്ററാണ്. ഒരു വെച്ചാൽ കൂളാവും വെള്ളം. അപ്പോൾ ഇതിലിങ്ങനെ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനമൊക്കെ നമ്മളെ ബസ്സിൽ യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ കിടിലൻ സൗകര്യങ്ങളാണ്. മരുഭൂമി അവസാനിച്ചു തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് ദൂരെ പച്ച നിറത്തിലുള്ള ദർഗയുടെ താഴികക്കുടം കണ്ടു തുടങ്ങും. മരുഭൂമിയിലെ മാർഗദർശിയെ പോലെ തല ഉയർത്തി നിൽക്കുന്ന ആ പച്ച താഴികക്കുടം ഏതൊരാളെയും ആത്മനിർവൃതിയിലാനയിക്കും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ റിഫായി ഷെയ്ഖ് എന്നവരുടെ ദർഗ നേരിൽ കാണുന്നതും ഈ നാട്ടിൽ കാൽ വെക്കുന്നതും. അതിൻ്റെ സന്തോഷം ഞാൻ ഒരുപാട് ആസ്വദിച്ചു. കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന രണ്ട് മഹാന്മാരാണ് ഷെയ്ഖ് ജീലാനിയും ഷെയ്ഖ് റിഫായിയും. ജീലാനി ഷെയ്ഖിന്റെ ദർഗയും ജീലാനി പള്ളിയും നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട്. ജീലാനി ഷെയ്ഖിന്റെ ജീവിതകാലത്ത് ജീവിച്ച മനുഷ്യൻ തന്നെയാണ് റിഫായി ഷെയ്ഖും. രണ്ടുപേരും വലിയ ആത്മബന്ധമുള്ളവരും ആയിരുന്നു. ജീലാനി ഷെയ്ഖിനോട് വലിയ ബഹുമാനമായിരുന്നു ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി എന്നവർക്ക്. ഹിജ്റ 500 ഇറാഖിലെ ഉമ്മു ഉബൈദ എന്ന സ്ഥലത്താണ് റിഫായി ഷെയ്ഖ് ജനിക്കുന്നത്. വളർന്നതും വിദ്യ അഭ്യസിച്ചതും അവിടെ തന്നെയായിരുന്നു. ഷാഫിഈ കർമ്മശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടിയ മനുഷ്യനായിരുന്നെങ്കിലും സൂഫി വഴിയിലൂടെ ജീവിക്കാനായിരുന്നു അവരുടെ ആഗ്രഹം. നിരവധി അദ്ഭുത സിദ്ധികളുടെ ഉടമയായിരുന്നു അദ്ദേഹം. ആധ്യാത്മിക വിജ്ഞാനത്തിന്റെ സാരാംശങ്ങളിൽ ഉണ്ടാകുന്ന ഏത് സംശയങ്ങൾക്കും മറുപടി പറയാൻ അദ്ദേഹത്തെ പോലെ കഴിവുള്ളവർ ഉണ്ടായിട്ടില്ല. ജീവിതകാലത്ത് തന്നെ പിൻഗാമികളെ കൊണ്ട് പ്രസിദ്ധനാണ് അദ്ദേഹം. ഒരു പവിത്രമായ രാവിൽ 1,00,000 പിൻഗാമികൾ അവരുടെ സദസ്സിൽ ഉണ്ടായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞതായി ഇബ്നുൽ ജൗസി ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ജീവിതത്തിൻ്റെ ആ ഒരു സുന്ദര നിമിഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി ബഹുമാനപ്പെട്ടവരുടെ ദർഗയാണ് എൻ്റെ പിറകിൽ കാണുന്ന മദീനയിലെ കുബ്ബയോട് സാദൃശ്യമുള്ളൊരു പച്ച കുബ്ബ. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ അന്ത്യവിശ്രമം ചെയ്യുന്നത്. ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷ നിമിഷത്തിലാണ് ഞാനുള്ളത്. റിഫായിയ എന്നാണ് ഈ നാടിൻ്റെ പേര്. ഈ ബഹുമാനപ്പെട്ടവരിലേക്ക് ചേർത്തിട്ട് തന്നെയാണ് ഈ നാടിന് ഈ പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ നാടെന്ന് പറഞ്ഞാൽ ഒരു മരുഭൂമിയുടെ ഒരു വിജനമായ പ്രദേശത്താണ്. ഈ വന്യജീവികളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇതര പണ്ട്. അപ്പോൾ ഇവിടെ അന്നൊന്നും രാത്രി കാലങ്ങളിലൊന്നും ആരും ഇവിടെ താമസിക്കാനൊന്നും കൂട്ടാക്കിയിരുന്നില്ല. അത്രയും പേടിച്ച് ജീവിക്കേണ്ട ഒരു നാടായിരുന്നു. ആരും ഒറ്റക്കും താമസിക്കില്ല. അത്രയും ധൈര്യശാലികളായ ആളുകൾ മാത്രമാണ് അന്നത്തെ കാലത്ത് ഇവിടെ രാത്രി താമസിക്കാൻ വന്നിരുന്നത്. ജീവനറ്റ ശരീരത്തിന് ജീവൻ നൽകൽ, ജന്മനായുള്ള അന്ധതയും വെള്ളപ്പാണ്ടും മറ്റു മാറാവ്യാധികളും സുഖപ്പെടുത്തൽ തുടങ്ങി അദ്ഭുത സംഭവങ്ങൾ അവരിൽ നിന്നുണ്ടായതായി ചരിത്രം രേഖപ്പെടുത്തുന്നു.
ദർഗയുടെ ചുറ്റുമുള്ള മതിൽക്കെട്ടിലെ പ്രധാന കവാടമാണിത്. അവരുടെ പേര് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇഷ്ടിക പോലത്തെ ഒരു കല്ലുകൊണ്ടാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമേ അകത്തേക്ക് കടത്തിവിടുകയുള്ളൂ. വളരെ പഴക്കം ചെന്ന കെട്ടിടം. 4 ഭാഗവും ഉയർത്തിക്കെട്ടിയ വലിയ മതിൽക്കെട്ടിനകത്താണ് ദർഗ സ്ഥിതി ചെയ്യുന്നത്. വളരെ വൃത്തിയോടെ പരിപാലിക്കുന്നുണ്ടെന്ന് അകത്ത് കയറുമ്പോൾ തന്നെ ബോധ്യപ്പെടും. ഇതാണ് അഹ്മദുൽ കബീർ റിഫാഇ എന്നവരുടെ ദർഗ. ദർഗയുടെ മുകൾ ഭാഗത്ത് ഖുർആനിലെ നൂർ സൂറത്തിലെ 35-ാം സൂക്തം ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. യാത്ര ചെയ്ത് വരുന്നവർക്ക് വിശ്രമിക്കാനുള്ള മുറികളാണ് മതിൽക്കെട്ടുകളുടെ അകത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. ഭക്ഷണം കഴിക്കാൻ വലിയൊരു മുറിയും ഉണ്ട്. അവിടെ ഇരുന്ന് ഉച്ചഭക്ഷണം കഴിച്ച് ഞാൻ പുറത്തിറങ്ങി. ഇതാണ് ദർഗയിലേക്കുള്ള പ്രധാന വാതിൽ. അകത്ത് കാണുന്നതാണ് റിഫാഇ ഷെയ്ഖിന്റെ ദർഗ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലായിരുന്നു അദ്ദേഹം. കുഷ്ഠരോഗികളുടെയും പക്ഷവാത രോഗികളുടെയും വസ്ത്രങ്ങൾ അലക്കിക്കൊടുക്കുമായിരുന്നു. മുടി ചീകിക്കൊടുക്കും. എന്തു ബുദ്ധിമുട്ട് സഹിച്ചും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. അവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല. ദർഗയോട് ചേർന്ന് നിസ്കരിക്കാനുള്ള സൗകര്യവും ഉണ്ട്. ഞാൻ ളുഹുറും അസറും ജംഉം കസുറുമാക്കി അവിടെ നിന്നും നിസ്കാരം നിർവഹിച്ചു. വഴിതെറ്റുന്ന അന്ധന്മാരുടെ കൈപിടിച്ച് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക. വിറക് ശേഖരിച്ച് ദരിദ്രർക്കും വൃദ്ധന്മാർക്കും വിധവകൾക്കും എത്തിച്ചു കൊടുക്കുക. എത്ര ദൂരെയാണെങ്കിലും രോഗികളെ സന്ദർശിക്കുക. ഇതെല്ലാം അവരുടെ പതിവായിരുന്നു. അവരുടെ ഭാര്യയുടെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. എപ്പോഴും ചീത്ത പറയും. അവരെ നന്നായി മർദ്ദിക്കും. അതിനൊന്നും യാതൊരു മടിയും ഇല്ലാത്ത സ്ത്രീ ആയിരുന്നു. റിഫാഇ ഷെയ്ഖിന് സ്വർഗത്തിൽ ഉന്നത സ്ഥാനം ലഭിച്ചത് സ്വപ്നം കണ്ട ഒരു പിൻഗാമി. ആ സന്തോഷം അറിയിക്കാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത് അവരെ ഭാര്യ മർദ്ദിക്കുന്നു. അവർ ഒന്നും പ്രതികരിക്കാതെ ഇരിക്കുന്നു. റിഫാഇ ഷെയ്ഖ് ആത്മീയോപദേശം നൽകാൻ വേണ്ടി കസേരയിലിരുന്നാൽ സദസ്സിലുള്ള 10,000 ഒരേപോലെ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുമായിരുന്നു. ബദിരന്മാരും അവരുടെ ശബ്ദം കേൾക്കാറുണ്ടെന്നത് അത്ഭുതമാണ്. മദീനയിലെ റൗദ ഷരീഫിൽ ചെന്ന് അദ്ദേഹം ഇങ്ങനെ പാടി: വിദൂരത്തുള്ള എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ എൻ്റെ ആത്മാവിനെ ഇങ്ങോട്ട് അയക്കാറുണ്ട്. എൻ്റെ ശരീരത്തിന് പകരമായി ആത്മാവ് ഈ വിശുദ്ധ ഭൂമി ചുംബിച്ച് തിരിച്ചു വരും. എന്നാൽ ഇത് എൻ്റെ ശരീരത്തിൻ്റെ ഊഴമാണ്. അതുകൊണ്ട് ആ വിശുദ്ധകരം നീട്ടിത്തരൂ. ഞാൻ ചുംബിച്ചു നിർവൃത്തി കൊള്ളട്ടെ. ഉടനെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകരം പ്രത്യക്ഷപ്പെടുകയും അവർ ചുംബിച്ചു തൃപ്തിയടയുകയും ചെയ്തു. ഈ സംഭവം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം കണ്ടതായി ജലാലുദ്ദീനു സുയൂത്തി എന്നവർ തൻവീർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറഫയിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേക ബഹുമതിയായാണ് സുൽത്താനുൽ ആരിഫീൻ എന്ന പേര് ലഭിച്ചത്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയ സാന്നിധ്യത്തിലായിരുന്നു ആ സംഭവം. ജീലാനി ഷെയ്ഖിന്റെ വിയോഗത്തിന്റെ 17 വർഷങ്ങൾക്ക് ശേഷം ഹിജറ 578 ജമാദുൽ ഉല 12 വ്യാഴാഴ്ചയായിരുന്നു ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫാഇ എന്നവരുടെ വിയോഗം. അലി റളിയല്ലാഹു അൻഹുവിന്റെ 19ാമത്തെ പരമ്പരയിലെ സന്താനമാണ് റിഫാഇ ഷെയ്ഖ്. ഒരുപാട് കറാമത്തുകളുടെ ഉടമയായിരുന്നു ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയാം. ഷെയ്ഖ് റിഫാഇ തങ്ങളുടെ പോരിശകളും പ്രത്യേകതകളൊക്കെ. ഒരു നായക്ക് കുഷ്ഠരോഗം ഉണ്ടായിട്ട് നാട്ടുകാരൊക്കെ നായനെ ആട്ടി ഓടിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ ആ നായയുമായി ഒരു നദിക്കരയിലേക്ക് പോവുകയും 40 ദിവസം ആ നായയോട് കൂടെ അതിനെ പരിചരിച്ച് ശുശ്രൂഷിച്ച് അവിടെ ജീവിക്കുകയും അതിൻ്റെ കുഷ്ഠരോഗം മാറുകയും അതിനുശേഷം ആ നായനായിട്ട് നാട്ടിലേക്ക് വന്നപ്പോൾ എല്ലാവരും ഈ നായക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര ദിവസം ചിലവഴിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാനതിന് ചെയ്തു കൊടുത്ത കാരുണ്യത്തിൽ കുറവ് വന്നോ എന്നുള്ളതിൽ ഞാൻ റബ്ബിനോട് ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അത്രയും ഭയഭക്തിയും ഒക്കെ ഉണ്ടായിരുന്ന വലിയ മഹാനായിരുന്നു ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. അറബികളും അല്ലാത്തവരുമായി ധാരാളം ആളുകൾ ഇവിടെ നിത്യം സന്ദർശനത്തിനെത്തുന്നു. തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ചെറിയ കടകൾ മാത്രമേ പുറത്ത് കാണാൻ സാധിക്കുകയുള്ളൂ. മുൻകാലത്ത് ഈ ദർഗയിൽ രാത്രി സാധാരണക്കാർ താമസിക്കുകയില്ല. മൃഗങ്ങളുടെയും മറ്റും പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേൾക്കുകയും അനുഭവപ്പെടുകയും ചെയ്യുന്നതായി ചരിത്രങ്ങളിലുണ്ട്. വിശദമായി മറ്റൊരു എപ്പിസോഡിൽ പറയാം.